പൊളിറ്റിക്സ് തോറ്റുപോയവരാണെങ്കിലും ഇനി മാർക്ക് കൂടാൻ വേണ്ടി ഇംപ്രൂവ്മെൻ്റ് എഴുതുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരൊറ്റ കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. എടാ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സേവ് എ ഇയർ എന്നുള്ളതാണ്. ഒരു വർഷം നഷ്ടപ്പെടുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് പാസ്സായിട്ട് മറ്റുള്ളവരെ പോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ നേടി ഏറ്റവും നല്ല കോളേജിൽ തന്നെ നിങ്ങൾക്ക് പോകാം? പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻ മാർക്കുകളും ഉണ്ടായിരിക്കും. എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ ഞങ്ങൾക്ക് ഈ വർഷത്തെ കുട്ടികളുടെ കൂടെ തന്നെ പഠിക്കാൻ പറ്റുമോ, അതോ റിസൾട്ട് വരാനൊക്കെ വൈകുമോ എന്നൊക്കെ. ഒരിക്കലില്ല, നിങ്ങൾക്ക് ഈ വർഷത്തെ കുട്ടികളുടെ കൂടെ തന്നെ പഠിക്കാൻ പറ്റും. യാതൊരുവിധ സംശയം അക്കാര്യത്തിലില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു വർഷം നഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ ഒരു പേര് സേവ് എ ഇയർ എന്നുള്ളതാണ്. ഒരു വർഷം നിങ്ങൾ അത് എന്താ പറയുക, സേവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ചെയ്യേണ്ടത് ഈ പൊളിറ്റിക്സിലാണ് കുറച്ച് കുട്ടികൾക്ക് ചിലപ്പോൾ എങ്ങനെ പഠിക്കാം, ഏത് രീതിയിൽ പഠിക്കാം, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. മക്കളെ, നമ്മുടെ പൊളിറ്റിക്സിൽ 20 ചാപ്റ്ററാണ് നമുക്ക് പ്ലസ് ടുവിൽ ഉള്ളതെന്ന് വിചാരിക്കാം. 20 ചാപ്റ്റർ. ആ 20 ചാപ്റ്റർ നമ്മൾ വലിച്ചു വാരി പഠിക്കാതെ, കാരണം നമുക്കറിയാം ഒരു വർഷം കൊണ്ട് 20 ചാപ്റ്റർ പഠിച്ച് കഴിയാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ ഒരു മാസം കൊണ്ട് നമ്മൾ എങ്ങനെ പഠിക്കാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ രൂപത്തിൽ എന്താ പറയുക, ഈ ചാപ്റ്റർ നല്ല ക്വസ്റ്റ്യൻ വരും. അതിൽ തന്നെ ഏറ്റവും പോസിബിലിറ്റി കൂടിയ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അത് പറഞ്ഞുതരും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരും, എല്ലാ രീതിയിലും പറഞ്ഞിട്ട് ഒരു മാസം കൊണ്ട് നിങ്ങളെ എങ്ങനെ സെറ്റാക്കി എടുക്കാം എന്നുള്ളതാണ് പൊളിറ്റിക്സിലൂടെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ വെറുതെ 20 ചാപ്റ്റർ അല്ലെങ്കിൽ 19, 15 ചാപ്റ്റർ, 10 ചാപ്റ്റർ ഒന്നും വലിച്ചു വാരി പഠിപ്പിക്കലല്ല. നമുക്കറിയാം 7ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, എസ്സേ വരാൻ ചാൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഈ 3 എസ്സേ മക്കളെ പഠിച്ചു, ഇതിൽ നിന്ന് 2 എസ്സേ എന്തായാലും വരും. അങ്ങനെ നിങ്ങളെ കൊണ്ട് ബൈഹാർട്ട് പഠിപ്പിച്ചിട്ടും മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടും, കാരണം കുറേ തിയറി പഠിപ്പിക്കില്ല, ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സെഷനിലൂടെ ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ലൈവ് സെഷനിലൂടെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും. ലൈവും പിന്നെ 1 ഷോട്ട് ക്ലാസ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്. ലൈവ് മാത്രമല്ല, 1 ഷോട്ട്. ലൈവ് എന്ന് പറയുമ്പോൾ മക്കളെ പബ്ലിക് അല്ല, സൂം ആയിട്ട് നിങ്ങളുടെ രീതിയിൽ. പിന്നെ കൂടുതൽ കുട്ടികളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത്രയും ഓരോരുത്തരും ഒരു രീതി ഉണ്ട്. അതായത് സാധാ ബോർഡ് എക്സാം എഴുതുന്ന പോലെ ലക്ഷക്കണക്കിന് കുട്ടികളൊന്നും ഉണ്ടായിരിക്കില്ല, ഒരു പരിധി ഉണ്ടാവും കുട്ടികൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും സംശയങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങളെപ്പോലത്തെ കുട്ടികൾ തന്നെയാണ് മറ്റേതും എല്ലാതും. അപ്പോൾ നിങ്ങൾക്ക് യാതൊരുവിധ കൺഫ്യൂഷനോ അല്ലെങ്കിൽ യാതൊരുവിധ മടിയോ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചു, ഇനി എങ്ങനെയാണ് ഇതിൽ പർച്ചേസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുക, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആദ്യമേ നമ്മൾ പറയുന്നു, ഒരു സബ്ജക്റ്റിന് 999. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ വെറും 999 രൂപ മാത്രം കൊടുത്താൽ മതി. സാർ എങ്ങനെയാണ് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യുക, ഒരു മാസം കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഈ വർഷത്തെ കുട്ടികളെ കൂടെ തന്നെ ഞങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇത് ഓരോ സ്റ്റെപ്പുകളാണ്, മക്കൾ കാണിച്ചു തരുന്ന ഓരോ സ്റ്റെപ്പുകളാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാ ചെയ്യേണ്ടത്. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അവിടെ കുറേ കാര്യങ്ങൾ കാണിക്കും. ഈ ജോയിൻ നൗ എന്നുള്ള ഭാഗം കണ്ടോ, ഇവിടെ ജോയിൻ നൗ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓരോരുത്തരും വായിച്ചതിന് മനസ്സിലാവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അവിടെ നിങ്ങളുടെ നെയിം, കാര്യങ്ങൾ, പിന്നെ ഫോൺ നമ്പർ, ജസ്റ്റ് എക്സാമ്പിൾ ഏതാണോ ഫോൺ നമ്പർ അത് കൊടുക്കുക. പിന്നെ ക്ലാസ് ആൻഡ് കോഴ്സ്, അതായത് ഏതാണോ ക്ലാസ് അതിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത്. അതായത് ഇപ്പോൾ പ്ലസ് ടുവിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഓക്കെ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പായിട്ട് മക്കളെ വീണ്ടും എന്തായിരിക്കും, ഇതാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലസ് 2 സയൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളും ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇതിൽ മാത്സ്, ഫിസിക്സ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പർച്ചേസ് എന്നുള്ള ബട്ടൺ നെക്കി, അല്ലെങ്കിൽ പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാണിക്കും. അപ്പോൾ ഇത് 3 സബ്ജക്റ്റിൻ്റെ 4 സബ്ജക്റ്റൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 999 മാത്രമേ വരും. ഇപ്പോൾ ഇവിടെ നോക്കിയൊക്കെ കമ്പ്യൂട്ടർ സയൻസ് 999, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. എന്നിട്ട് ബാക്കി പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ആയി. ഓക്കെ ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ വഴിക്ക് നടക്കും. സെറ്റാണല്ലോ. അപ്പോൾ മക്കളെ വീണ്ടും പറയുന്നത്, സേവ് എ ഇയർ. ഒരിക്കലും ഒരു വർഷം നഷ്ടമാവരുത്. ഒരു വർഷം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷയമാണ്. പിന്നെ എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ടച്ച് വിട്ടു പോകും, ഒരു വർഷം നഷ്ടപ്പെടും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും. അങ്ങനെ പ്ലസ് 2 നിങ്ങളുടെ നഷ്ടമാവും. അപ്പോൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ, മറക്കണ്ട, സെറ്റാക്കാം.